പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 19 അധ്യായം അതിൻ്റെ 26 വാക്യം, മാത്യു ചാപ്റ്റർ 19 വേഴ്സ് 26. യേശു അവരെ നോക്കി, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞു. ദൈവമക്കളെ, നിങ്ങളൊക്കെ ഓട്ടക്കാരാണോ? ഞാൻ ചെറുപ്പത്തിൽ ഓടുമായിരുന്നു. എന്നാലും വലിയ സ്പീഡിലൊന്നും ഓടാൻ ഇഷ്ടവുമല്ല, അറിയത്തുമില്ല. എൻ്റെ ഇപ്പോഴത്തെ ഓട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഞാൻ പല പ്രാവശ്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഉള്ളൊരു ബലഹീനതയാണ് മുട്ടുവേദന. ഇപ്പോഴത്തെ എൻ്റെ ഓട്ടം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രോളേഴ്സിൽ ബേബീസിനെ പുഷ് ചെയ്തുകൊണ്ട് വരുന്ന അമ്മമാരെന്നെ ഓവർടേക്ക് ചെയ്യും. ആ സ്പീഡൊക്കെ എനിക്കുള്ളൂ. എന്നാൽ എൻ്റെ ഒരു കസിൻ്റെ മോളുണ്ട്, വേണമെങ്കിൽ മാരത്തൺസിൽ വരെ കൊണ്ടുപോയി കോമ്പീറ്റ് ചെയ്യിക്കാം. അങ്ങനെ ആ പയ്യന് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ എൻഡ്യൂറൻസ് എത്ര ദൂരം വരെ പോകാൻ വേണ്ടതും ഉണ്ട്. അപ്പോൾ എന്ത് പ്രതികൂലം വന്നാലും അതിനെ ചാടി കടന്ന് ഓടുവാനുള്ള ഒരു മെൻ്റൽ കപ്പാസിറ്റിയാണ് തനിക്കുള്ളത്. ഞാൻ പറയട്ടെ, അവരുടെ മനസ്സിൽ പോലും അവർ സ്പീഡിൽ ഓടുമ്പോൾ ഒരു മതിൽ മുന്നിൽ വന്നാൽ അതിനെ തകർത്തോടുന്നുള്ള അത്രയ്ക്ക് വലിയ കോൺഫിഡൻസോടുകൂടിയാണ് അവരൊക്കെ ഓടി സമ്മാനം മേടിക്കുന്നത്. ആ കോൺഫിഡൻസ് ഞാൻ പറയട്ടെ, ഇറ്റ്സ് മോർ മെൻ്റൽ ദാൻ ഫിസിക്കൽ. ഓക്കെ, ഒരിക്കൽ ഈ ഓട്ടം മൂടിയ അവന് ഫസ്റ്റ് കിട്ടുക തന്നെ ചെയ്തു. പക്ഷേങ്കിൽ ഇടയ്ക്ക് വെച്ച് തൻ്റെ ഹിപ്പിനൊരു വേദന തുടങ്ങി. പക്ഷേ വേദന വന്നപ്പോഴും ആ വേദനയെ താൻ ശ്രദ്ധിച്ചില്ലെന്നാണ് പറയുന്നത്. ഓട്ടം നിർത്തരുതെന്ന് തന്നെ താൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് ജയിക്കാനിടയായെന്നൊക്കെ പറയാനിടയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഓട്ടം നാം നടത്തുമ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ ബാഡ്ലി ഹേർട്ടാകും, വേദനിക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു ഉറപ്പ് വേണം. എൻ്റെ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു, എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. ആ ദൈവം എനിക്ക് ജയം തരും, ഞാൻ തോൽക്കുകയില്ല. ആ ഒരു തോട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നമുക്കൊരു പ്രത്യാശയുണ്ട്, നമ്മുടെ ഗോളിൽ നാം എത്തും. അതുകൊണ്ട് ഒരിക്കലും നാം ഓട്ടം നിർത്തരുത്. പല വിധത്തിലുള്ള മെൻ്റൽ വാർ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്ക് തന്നെ തോന്നും നമ്മുടെ മനസ്സ് നമുക്ക് എതിരാണോ, നാം തോറ്റുപോകുമോ എന്നൊക്കെ നമുക്ക് തന്നെ തോന്നും. നമ്മുടെ ശരീരത്തിലെ പോലും ഓരോ ഔൺസ് എനർജി അതില്ലാതായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന സംരംഭത്തിൽ നിന്ന് ക്വിറ്റ് ചെയ്യട്ടെ എന്നുള്ള ചിന്ത നമ്മളെ ചിലപ്പോൾ ഭരിക്കും. ഞാൻ പറയട്ടെ, ഡീപ്പ് ഇൻസൈഡ് അവർ ഹാർട്ട് നമ്മുടെ പ്രത്യാശ മങ്ങിപ്പോരുത്. നമ്മുടെ സ്വപ്നം, നമ്മുടെ പ്രത്യാശ, ആ കത്തുന്ന വിളക്കുണ്ടല്ലോ, അത് കെട്ടുപോകാനായിട്ട് നാം ഒരിക്കലും അനുവദിക്കരുത്. അതുകൊണ്ട് ആത്മീയ വിഷയത്തിലാണെങ്കിലും മാനസിക വിഷയത്തിലാണെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ചില വിഷയത്തിലാണെങ്കിലും ഒക്കെ മതിലുകൾ ഉയർന്നു വരുമ്പോൾ, കുഞ്ഞെ, നിൻ്റെ ഹൃദയത്തിൽ നീ സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന വചനം, നിൻ്റെ മനസ്സിൽ നീ ബൈഹാർട്ട് ചെയ്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വചനമുണ്ടല്ലോ, അത് വർക്ക് ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം. ദൈവത്തിൻ്റെ പ്രോമിസസ് വീണ്ടും നിൻ്റെ ഹൃദയം തന്നെ നിന്നോട് ഉരുവിട്ട് നിന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. നിർത്തിക്കളയാം, വിട്ടുകളയാമെന്നൊക്കെ തോന്നുമ്പോഴും ദൈവത്തിൻ്റെ ആ പ്രോമിസസ് ഉണ്ടല്ലോ, ആ തിരുവചനങ്ങളുണ്ടല്ലോ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളുണ്ടല്ലോ ദൈവപൈതലേ, അത് ആ പ്രത്യാശ ഒരു തിരുനാളം പോലെ നിൻ്റെ ഉള്ളിൽ കത്തട്ടെ. കെട്ടുപോകാൻ അനുവദിക്കരുത് കേട്ടോ. നിൻ്റെ മനസ്സ് നീ ദൈവത്തിൽ ഫോക്കസ് ചെയ്താട്ടെ. നിൻ്റെ മനസ്സ് നീ ദൈവത്തിലൊന്ന് ഫോക്കസ് ചെയ്താട്ടെ. എത്ര നിൻ്റെ മനസ്സ് ക്വിറ്റ് ചെയ്യുവാൻ നിന്നെ പ്രേരിപ്പിച്ചാലും നമ്മൾ നമ്മുടെ മനസ്സിനെ
റീഡയറക്റ്റ് ചെയ്യണം. മനസ്സ് പറയുന്നത് പോലല്ല. മനസ്സ് പറയുന്നത് തെറ്റ്, എന്നാൽ എൻ്റെ ദൈവം എന്നോട് പറയുന്നത് ദൈവത്തിൻ്റെ വചനം, ദാറ്റ് ഈസ് ട്രൂ. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ ഇതുപോലുള്ളൊരു സ്ഥലത്താണ് റൈറ്റ് നൗ. എന്തുവാ കുഞ്ഞെ നിൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞിരിക്കുന്നത്? അത് സംഭവ്യമല്ലെന്നല്ലേ പറയുന്നത്? അതൊത്തിരി താമസിച്ചു പോയി, ഇനിയും പറ്റില്ല എന്നല്ലേ പറയുന്നത്? നിൻ്റെ മനസ്സിനോട് പറയുന്നത് നീ അതിനായിട്ടൊന്നും എക്യുപ്ഡ് ആയിട്ടുള്ള വ്യക്തിയല്ല എന്നല്ലേ പറയുന്നത്? നീ ആവശ്യത്തിന് സ്മാർട്ടൊന്നും അല്ലെന്നേ. നീ അതിന് വളരെ ചെറുപ്പമല്ലേ. നിനക്ക് പ്രായം കൂടിപ്പോയില്ലേ. നിനക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം അതിനുണ്ടോ? ഇങ്ങനെയൊക്കെ നിൻ്റെ മനസ്സ് നിന്നോട് പറയുമ്പോഴും കുഞ്ഞെ, ഈ യുദ്ധം നിൻ്റെ മനസ്സിലുള്ളത് നീ ജയിക്കണമെങ്കിൽ നീ നിൻ്റെ മനസ്സിനെ ഒന്ന് റിന്യൂ ചെയ്യണം. ദൈവശബ്ദം കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുവാൻ നിനക്ക് കഴിയണം. ഗോഡ്സ് വോയിസ് അതായിരിക്കണം ലൗഡർ ആൻഡ് ലൗഡറായിട്ട് നീ കേൾക്കേണ്ടത്, അല്ലാണ്ട് നിൻ്റെ ചിന്താമണ്ഡലത്തിലെ ശബ്ദമായിരിക്കരുത്. അങ്ങനെ വരുമ്പോൾ നിനക്ക് നിൻ്റെ മനസ്സ് റിന്യൂ ചെയ്യുവാനായിട്ട് കഴിയും. റോമാലേഖനം 12:2 പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. പറ്റുമോ? അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവത്തിലെ നീ ഒന്ന് ശ്രമിക്കുക. പ്രൈസ് ഗോഡ്. നമുക്കൊക്കെ ധാരാളം ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അല്ലേ? പ്രൈസ് ഗോഡ്. അവരുടെയൊക്കെ ജീവിതാനുഭവത്തിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഓട്ടത്തിൽ തോൽവി സംഭവിക്കും. അനേകർ തോറ്റ ചരിത്രം അവർ പറഞ്ഞിട്ടില്ലേ നിന്നോട്? പിന്നീട് അവർ ജയിച്ചത് എങ്ങനെയാണെന്നും പറഞ്ഞിട്ടില്ലേ? പ്രൈസ് ഗോഡ്. ഒറ്റ കാര്യം ഓർത്താൽ മതി, എനിക്ക് എൻ്റെ ഓട്ടം തികയ്ക്കണം. പ്രൈസ് ഗോഡ്. നമ്മുടെ ഗോള് അത് നമ്മെ ക്രിസ്തുവിനോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തണം. യേശുവെ പോലെ ആയിത്തീരുവാൻ നമ്മുടെ ഓട്ടം നാം ഓടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരങ്ങൾ വരണം. മനസ്സിന് പുതുക്കം വരണം. ആ പുതുക്കത്തിനകത്ത് നന്മയുണ്ട്. ആ പുതുക്കത്തിനകത്ത് ഒരു പൂർണ്ണതയുണ്ട്. ആ പുതുക്കത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രസാദമുണ്ട്. അതൊന്നോർത്താൽ തന്നെ പുതുക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് യേശുവിനെ പോലെയാകുവാൻ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളുടെ ഫോക്കസ് ദൈവമുഖത്തു നിന്ന് മാറിപ്പോകരുത്. അത് എന്ന് വിചാരിച്ച് നമ്മുടെ കണ്ണ് വേറെ ഒന്നും കാണത്തില്ലെന്നല്ല കേട്ടോ. മറ്റുള്ള ആൾക്കാരെ, അവരുടെ സ്റ്റാറ്റസ്, പിന്നെ ചിലപ്പോൾ നാം നമ്മുടെ സെൽഫിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒരു സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ പ്രാപിക്കണമല്ലോ എന്നൊക്കെ ഉള്ള ചിന്തകൾ തീർച്ചയായിട്ടും വരും. പക്ഷെ ഒരിക്കലും ബാലൻസ് തെറ്റിപ്പോകരുത്, ഓഫ് ട്രാക്ക് ആയിപ്പോകരുത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് നമ്മുടെ കണ്ണ് നാം പറിക്കരുത്. നമ്മൾ മെൻ്റലി പ്രിപ്പയർഡായിട്ട് ഈ വേഗതയിൽ ഞാൻ ഓടിയാലും ഞാൻ ജയം വരിക്കും, ഞാൻ ഓട്ടം തികയ്ക്കും എന്നുള്ള ആ കോൺഫിഡൻസോടുകൂടി എനിക്ക് റിവാർഡ് തരുന്ന ഒരു ദൈവമുണ്ട്. ആ യേശുവിൻ്റെ പൊന്മുഖം ഞാൻ ദർശിക്കും. അതുവരെയും ഓടുവാനുള്ള കൃപ എൻ്റെ ദൈവം എനിക്ക് തരും. എന്നെ അപ്രൂട്ട് ചെയ്തെടുക്കുന്ന ദൈവീയ പർപ്പസിൽ നിന്ന് എന്നെ വ്യതിചലിപ്പിച്ച് വഴിമാറി നടത്തുന്ന ഒത്തിരി പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും പുറത്തു നിന്നല്ല ദൈവമക്കളെ. പലപ്പോഴും നമ്മുടെ ഭവനത്തിൻ്റെ തന്നെ അകത്തളത്തിൽ നിന്ന് ഉയർന്നു വരുമ്പോഴും കാലുകൾ നിലത്തൂന്നി നിന്നുകൊണ്ട് ദൈവവചനത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഹോണസ്റ്റായിട്ട് എല്ലാ ചലഞ്ചസിനെയും ഒന്ന് ഫേസ് ചെയ്യാൻ പറ്റുമോ? ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ, എന്നെയും ബാബുച്ചാൻ്റെയും ഒക്കെ ജീവിതത്തിൽ മിനിസ്ട്രിയിൽ തന്നെ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഹാർഡസ്റ്റായിട്ടുള്ള ടൈംസ് ഉണ്ട്. ആ സമയത്തൊക്കെ ദൈവത്തിൻ്റെ വചനമാണ് ഞങ്ങളെ ചോർത്ത് പിടിച്ചിട്ടുള്ളത്, അല്ലാതെ മനുഷ്യരല്ല. പ്രൈസ് ഗോഡ്. എന്നാൽ ചില മനുഷ്യരെ, ചില നല്ല ഫ്രണ്ട്സിനെ ദൈവം നമ്മുടെ ഡാർക്കസ്റ്റ് അവേഴ്സിലും സസ്റ്റെയിൻ ചെയ്ത് നിർത്തും. എന്തിനാണെന്നറിയാമോ? നമ്മെ ഒന്ന് ബലപ്പെടുത്താൻ, നമ്മുടെ ഓട്ടം ഒന്ന് തികപ്പിക്കാൻ.
പ്രൈസ് ഗോഡ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഏത് ഏരിയയിലാണ് ഇന്നിപ്പം നീ റെസ്ൽ ചെയ്യുന്നത്? കുഞ്ഞെ ഒന്ന് റീഫോക്കസ് ചെയ്തേ, കർത്താവിനെ ഒന്ന് നോക്കിയട്ടെ. അല്പസമയം കൂടെ നമുക്ക് ഓടി തീർക്കുവാനുണ്ടല്ലോ. നമ്മുടെ കോഴ്സ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട്, ദൈവം നമ്മെ ഏൽപ്പിച്ച മിനിസ്ട്രി ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിലിരുന്ന് തിരുവചനങ്ങൾ പ്രാപിച്ച് തിരുമുഖത്തേക്ക് നോക്കി ഒരു ജയജീവൻ നയിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ആവശ്യമാകുന്ന സ്വർഗീയ കൃപ ഞങ്ങൾ ഓരോരുത്തരുടെ മേലും നീ പകരുമാറാകണമേ. ഞങ്ങളിൽ ഒരു ട്രാൻസ്ഫർമേഷൻ നടക്കട്ടെ. ദൈവാനുരൂപമായി തീരുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.